Hi everyone, welcome back to Learningo. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, prove by the method of contradiction that √3 is irrational. അപ്പോൾ √3 ഇറാഷണൽ ആണെന്ന് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് കേസ് എടുക്കുക. അതായത് √3 ഇറാഷണലിന്റെ കോൺട്രഡിക്ഷൻ പറഞ്ഞാൽ എന്താ, √3 ഇസ് റാഷണൽ അല്ലെ. അപ്പോൾ ദാറ്റ് മീൻസ് √3 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് a/b. a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ a ആൻഡ് b എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. അത് മാത്രമല്ല ഈ രണ്ട് ടേംസും എന്തായിരിക്കും, അതിന് കോമൺ ഫാക്ടേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യല്ല. ക്ലിയർ ആയല്ലോ. സോ a ആൻഡ് b ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ √3 is equal to a/b നെ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, √3യുടെ സ്ക്വയർ 3 ആണ്, ഇസ് ഈക്വൽ ടു a/b യുടെ സ്ക്വയർ a²/b². ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a² എന്ത് കിട്ടും, 3b² കിട്ടും. അപ്പോൾ a² is equal to 3b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ, a എന്ന് പറയുന്നത് എന്തായാലും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും അല്ലെ. അതായത് 3 ഡിവൈഡ്സ് a എന്നാണ് മീനിങ്. കാരണം എന്താ, ഇപ്പൊ 3 ഇൻറ്റു b² ആണ് a². സോ എന്തായാലും നമുക്ക് a എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് a നെ ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി എടുക്കാം. അതായത് then there exists an integer c such that a is equal to 3 into c. ഇനി നമ്മൾ വേറൊരു ഇന്റിജർ c കൺസിഡർ ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ പറഞ്ഞു 3 a നെ ഡിവൈഡ് ചെയ്യും പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ c എന്ന് പറയുന്ന ഇന്റിജർ ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, a നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ a is equal to 3 into c എന്നുള്ള കണ്ടീഷനും എക്സിസ്റ്റ് ചെയ്യും അല്ലെ. സോ ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, a² is equal to 3യുടെ സ്ക്വയർ എന്താ 9, അപ്പൊ 9c². എന്നിട്ട് ഈ a² ഓൾറെഡി നമുക്ക് കിട്ടി 3b² ആണ് അല്ലെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3b² എന്തായി, ഇവിടെ a² ന് 3b² കൊടുക്കാം. അപ്പൊ 3b² is equal to 9c². അപ്പൊ അത് ജസ്റ്റ് 3യും 9ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 കിട്ടും. സോ b² is equal to 3c² കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, b² എന്ന് പറഞ്ഞാൽ 3 into c² ആണ്. ദാറ്റ് മീൻസ് 3 divides b അല്ല, നേരത്തെ നമ്മൾ എയുടെ കേസ് പറഞ്ഞ പോലെ ഇവിടെയും 3 എന്താണ്, ഡിവൈഡ്സ് b എന്ന് കിട്ടി. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംപ്ഷൻ a ആൻഡ് b. കാരണം എന്താ, നമ്മളിവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു √3 is equal to a/b ല് a ആൻഡ് b ക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്, a ആൻഡ് b എന്ന് പറയുന്നത് എന്താ, നമുക്ക് 3 ഈ a നെ b നെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 3 ഒരു കോമൺ ഫാക്ടർ ആയില്ലേ, അപ്പൊ അത് കോൺട്രഡിക്ഷൻ അല്ലേ. സോ നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് √3 എന്ന് പറയുന്നത് എന്താണ്, ഇറാഷണൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൂവ് ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ p such that √7 is irrational. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ആ √3ക്ക് പകരം എന്താണ്, √7 ആണ്. സോ ഞാൻ അഗെയിൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ബ്രീഫായിട്ട് ജസ്റ്റ് √7 ഇതേപോലെ a/b എടുത്തു, എയും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് കൺസിഡർ ചെയ്യണം. അതാണ് കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദെൻ സ്ക്വയർ ചെയ്യുക. അപ്പൊ 7b² a² കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി 7 ഡിവൈഡ്സ് a. അപ്പൊ there exists c such that a is equal to 7 into c. എന്നിട്ട് അത് സ്ക്വയർ ചെയ്താൽ നമുക്ക് a² 49c² കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഈ a² ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 7b², അതിവിടെ ഇക്വേറ്റ് ചെയ്യുക. സോ 7b² 49c² കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ഈ 7ഉം 49 ക്യാൻസൽ ചെയ്ത് 7c², ദാറ്റ് ഇസ് b² 7c² കിട്ടും. അഗെയിൻ 7 ഡിവൈഡ്സ് b. സോ ഇവിടെ എന്താ, എക്കും ബിക്കും 7 കോമൺ ഫാക്ടർ വന്നു. സോ അത് എന്തായാലും നമ്മുടെ അസംപ്ഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ അല്ലെ. അപ്പൊ √7 എന്താണ്, ഇറാഷണൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ കോൺട്രാപോസിറ്റീവ് നമ്മൾ എഴുതണം. ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 then it is divisible by 3. ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 3യും കൂടി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ അത് എങ്ങനെ എഴുതുക, ഫസ്റ്റ് നമ്മൾ ഈ സെക്കൻഡ് ആ പാർട്ട് എടുക്കുക. അതായത് ഇഫ് എ നമ്പർ, അതിന്റെ ജസ്റ്റ് നെഗേഷൻ പോലെ നോട്ട് കൺസിഡർ ചെയ്യുക. സോ ഡിവിസിബിൾ ബൈ 3 എന്നുള്ളത് എന്ത് എഴുതണം, നോട്ട് ഡിവിസിബിൾ ബൈ 3. സോ ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. ക്ലിയർ ആയല്ലോ. അപ്പൊ ജസ്റ്റ് ഇവിടെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് വന്നു, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ്. പിന്നെ അത് മാത്രമല്ല നോട്ട് കേസ് ആണ് എടുക്കേണ്ടത്, നെഗേഷൻ കേസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. Next, by method of contradiction prove that √5 is irrational. Same question in the sense സെയിം ടൈപ്പ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്, നമുക്ക് √5 ഇറാഷണൽ ആണെന്ന്. ഇപ്പോൾ ഇവിടെ സെയിം
ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ജസ്റ്റ് √5 അല്ലെ. √3 √7 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ √5 ആസ് എ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ നമുക്ക് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എഗെയിൻ സെയിം ഇവിടെ നമ്മൾ നേരത്തെ എ ബി സി ഓക്കെ 3 കേസസ് എടുക്കും, സി കൗണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ജസ്റ്റ് ഗോ ത്രൂ ദ സെയിം ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ബിഫോർ. അതേപോലെ തന്നെ ഇതും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് √5 ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, താങ്ക് യു.